ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വരണം സാർ, വരണം, ഇരിക്കണം സാർ. സാറിന് ചായ എടുക്കട്ടെ? സാറിനൊരു ചായ വേണം. മധുര ഇടാലോ അല്ലേ? ഓ മധുര ഇടാം. സാർ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഒരുപാട് നാളായല്ലോ. ഹൗസ് നെയിം മാണിക്കോത്തെന്നല്ലേ? ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ കാർഡ് അയക്കാറുണ്ടല്ലോ. ഇവിടെ ഏത് വണ്ടി വന്നാലും ആദ്യം ബുക്ക് ചെയ്യുന്നതും എടുക്കുന്നതും മാണിക്കോത്ത് മഹേന്ദ്ര മുതലാളിയാ. അതെ അതെ. ഏതാണ്ട് സാർ വന്ന സമയം നല്ലതാ. പുതിയ വണ്ടിയുടെ ലോഞ്ചിങ് 5th നടക്കാൻ പോവാ. സാറിനത് കംഫർട്ടായിരിക്കും. എന്നാ പിന്നെ ആ വണ്ടിയുടെ ഡിസ്പ്ലേ ഒന്ന് കണ്ടാലോ? ഓ, ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഞാൻ ഇപ്പൊ വന്നത് വണ്ടി എടുക്കാനായിട്ടല്ല. പിന്നെ എന്തിനാണ് സാർ? എനിക്കൊരു ജോലി വേണം. ജോലിയോ? സാറെന്താ എന്നെ കളിയാക്കണോ? ഒരു ജോലി വേണോന്ന് പറയുന്നത് കളിയാക്കലല്ലോ, അതൊരു ആവശ്യമല്ലേ. മാണിക്കോത്ത് മഹേന്ദ്ര മുതലാളിയുടെ മോന് ജോലി വേണമെന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാനാവാത്ത കാര്യമാണ്. കാരണം ഇതുപോലത്തെ സ്ഥാപനങ്ങൾ വിലക്കെടുക്കാൻ പ്രാപ്തിയുള്ള ആളാ മഹേന്ദ്ര മുതലാളി എന്ന് എനിക്കറിയാം. ഞാനിപ്പോ അച്ഛന്റെ കൂടെ അല്ല താമസം, വേറെയാ. അപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ജോലി വേണമെന്ന് തോന്നി. ഇവിടെ ഒഴിവുണ്ടെങ്കിൽ പറയണം, ഇല്ലെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും വഴി നോക്കിക്കോളാം. മഹേന്ദ്രൻ സാറിന്റെ മോൻ വന്നെന്ന് പറഞ്ഞു. ഇരിക്കണം. അല്ല, എന്താ വണ്ടി നോക്കിയില്ലേ? വണ്ടി നോക്കാനായിട്ടല്ല ഞാൻ വന്നത്. പിന്നെ? ശിവസാറിന് ഇപ്പൊ ഒരു ജോലി വേണമെന്ന്. ജോലിയോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വീട്ടിൽ നിന്ന് തെറ്റി നിൽക്കുക, അതുകൊണ്ടാ ജോലിക്ക് വേണ്ടി വന്നത്. സാർ, എന്റെ ഈ ബിസിനസ് ഈ രീതിയിൽ മെച്ചപ്പെടുത്തി തന്നത് മഹേന്ദ്രൻ സാറാണ്. ആ മഹേന്ദ്രൻ സാറിന്റെ മോന് ഞാൻ ഇവിടെ ഒരു ജോലി തന്നെന്ന് അദ്ദേഹം അറിഞ്ഞാൽ ഈ സ്ഥാപനം തന്നെ അദ്ദേഹം പൂട്ടിക്കും. എന്നെ പടമാക്കി ഈ ഭിത്തിയിൽ കയറ്റുകയും ചെയ്യും. അറിഞ്ഞുകൊണ്ട് തലകൊയ്യാൻ ആളെ ഉണ്ടാക്കി വെക്കണോ? എന്നോടൊന്നും തോന്നരുത്, പേടിച്ചിട്ടാ. ഓക്കെ, തുറന്നു പറഞ്ഞതിൽ സന്തോഷം. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം. ജോലിയില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ആശ്വാസം തരുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, വാ കീറിയ ദൈവം എരയും തരുമെന്ന്. ഒന്ന് തെരഞ്ഞു നോക്കട്ടെ, എവിടെയാണ് ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. സാറിന് ഞാൻ ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരട്ടെ. ഒരു ബിസിനസ് ആവുമ്പോ കാശുള്ളവനെ മാത്രം അറിഞ്ഞാ പോരാ, കാശില്ലാത്തവനെ അറിയണം, അറിയാൻ ശ്രമിക്കണം. കാരണം ഈ ലോകം അവർക്കും കൂടി വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാ.